ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ന് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷിക ദിനം. ഗുജറാത്ത് ലോക്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുഷ്പാർച്ചന നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പാർലമെന്റ് വളപ്പിലെ പ്രേരണ സ്ഥലിൽ ഡോക്ടർ BR അംബേദ്കറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് കേരള ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അധ്യക്ഷനാകും. നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബൈശാഖി, വിഷുവ, ബൊഹാഗ് ബിഹു ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പല പേരുകളിൽ ആഘോഷിക്കുന്ന കൊയ്ത്തുത്സവം സമ്പന്നമായ സാംസ്കാരിക കാർഷിക വൈവിധ്യത്തിന്റെ തെളിവാണെന്നും അന്നദാതാക്കളായ കർഷകരെ ആദരിക്കുന്നതിനുള്ള അവസരമാണെന്നും രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് ഈ ഉത്സവങ്ങളെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിളവെടുപ്പ് ഉത്സവങ്ങൾക്ക് തുടക്കമായി. തമിഴ്നാട്ടിൽ ചിത്തിര മാസപ്പിറവിയായ ഇന്ന് പുതുവത്സരം ആഘോഷിക്കുന്നു. തമിഴ് പുത്താണ്ടിൽ പൂക്കളും ഇലകളും കൊണ്ടുള്ള തോരണങ്ങളും രംഗോലിയുമിട്ട് ആളുകൾ വീടുകൾ അലങ്കരിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്തു. വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. നാളെ പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് കണി കാണാൻ അവസരം. സുഗമമായ വിഷുക്കണി ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരക്ക് വർദ്ധിച്ചാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നാളെ പുലർച്ചെ 4 മുതൽ 7 മണി വരെ വിഷുക്കണി ദർശനം. ഇന്ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷുക്കണി ഒരുക്കും. വിഷുക്കണി ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് വിഷുക്കൈ നീട്ടവും നൽകും. തിരക്ക് കണക്കിലെടുത്ത് സന്നിധാനത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും തീരുമാനമെടുക്കൽ പ്രക്രിയകളിലും വനിതകൾ സജീവ പങ്കാളിത്തം വഹിക്കുമ്പോൾ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനുള്ള പ്രയാണം ശക്തിപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 16-ന് നാരീശക്തി വന്ദൻ അധിനിയമവുമായി ബന്ധപ്പെട്ട സുപ്രധാന ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്ത് പാസാക്കാൻ പാർലമെന്റ് ചേരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാൻ അവസരം ലഭിച്ചതിൽ രാജ്യമെമ്പാടുമുള്ള വനിതകൾ സന്തോഷം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 213 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി 12,000 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6 വരി ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹി ഡെറാഡൂൺ യാത്രാസമയം 2.5 മണിക്കൂറായി കുറയും. വന്യജീവി ഇടനാഴിയുടെ അവലോകനം നടത്തുന്ന അദ്ദേഹം ഡെറാഡൂണിലെ ജയ് മാതാ കാളി ക്ഷേത്രവും സന്ദർശിക്കും. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും സംസ്ഥാനത്ത് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കോളേജിൽ തെളിവെടുപ്പ് നടത്തി. പ്രിൻസിപ്പലിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമാണ് തെളിവെടുപ്പ് നടത്തിയത്. കോഴിക്കോട് മൂഴിക്കലിൽ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ചേവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 16-കാരിയെയും 20-കാരനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിഞ്ചന്തയിൽ വിൽക്കാൻ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 38 വാണിജ്യ സിലിണ്ടറുകൾ കൊല്ലം കല്ലുവാതുക്കൽ നിന്ന് സിവിൽ സപ്ലൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തു. ഇവ ചാത്തന്നൂരിലെ ഗ്യാസ് ഏജൻസി ഗോഡൌണിലേക്ക് മാറ്റി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാന്റെ തുറമുഖങ്ങളിൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ US നാവികസേന ആരംഭിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.